എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാനഡയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, ഏത് കോഴ്സ് എടുത്താലാണ് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ ഏത് കോഴ്സ് എടുക്കുന്നതാണ് നല്ലത്. അതായത് ഇപ്പോൾ എടുത്ത കോഴ്സ്, കുട്ടികളിപ്പോൾ വന്നിട്ടുള്ള കുട്ടികളെടുത്ത കോഴ്സസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ വെച്ചിട്ട് അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, ഇത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പറയല്ല, കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് നിന്നുള്ള ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അടിയിൽ കമൻറ്റ് ചെയ്യേണ്ട, എനിക്ക് വായിക്കുന്നത് വെറുതെ ഞാൻ പറയുന്നത്, ഇത് ഈ റിപ്പോർട്ട് ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം 2018 മുതൽ 2023 വരെ എടുത്തിട്ടുള്ളൊരു കണക്ക് പ്രകാരം ഇവിടെ വന്ന് പഠിച്ചിട്ടുള്ള 80% കുട്ടികളിൽ ഏറെയും പഠിച്ച കോഴ്സ് ബേസ് ചെയ്തിട്ട് ജോലി കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു കനേഡിയൻ ഒരു ന്യൂസ് ചാനലിൽ ഒരു ന്യൂസും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പുള്ളിക്കാരൻ ഒരു കോഴ്സ് പഠിച്ച് 2 വർഷത്തെ കോഴ്സായിരുന്നു, പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പുള്ളി ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കുവാണ് ഫീൽഡിലെ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ പുള്ളി ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ മഗ്ഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈമായിട്ട് ഏതെങ്കിലുമൊക്കെ കടകൾ, മഗ്ഡിയിൽ അല്ലെങ്കിൽ ടിമ്മിൽ അല്ലെങ്കിൽ വോൾമാർട്ടിൽ അങ്ങനെയൊക്കെയുള്ള സൂപ്പർ മാർക്കറ്റുകളും ഹോട്ടലുകളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ആഫ്റ്റർ സ്റ്റഡീസും ഈ ജോലികളിലൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഏത് ഫീൽഡാണോ പഠിച്ചത് ആ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ഇപ്പോൾ കിട്ടുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 2018 മുതൽ 2023 കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് പഠിച്ച ഫീൽഡ് ജോലി കിട്ടാത്ത കോഴ്സസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ്. ബിസിനസ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിങ്, അത് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്ത് ഇവിടെ വന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലും ജോബ് കിട്ടാതിരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്കറിയാം കാനഡയിൽ ലേബർ ഷോർട്ടേജ് ഉണ്ടായി. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റും ഈ ഫെഡറൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കളിയാണ്. അതായത് നമുക്ക് 6 ഭാഗത്താണ് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫെഡറൽ ഗവൺമെൻറ് നമ്മൾ ചോദിക്കുവാണ്, എന്തിനാണ് നിങ്ങൾ ഇവിടെ ജോലി സാധ്യത ഇല്ലാത്ത കോഴ്സസിന് കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് ഫെഡറൽ ഗവൺമെൻറ് അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് പറയും, ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രൊവിൻസിൽ ഏതിലത്തേക്കാണോ ഷോർട്ടേജ്, ലേബർ ഷോർട്ടേജ് ഉള്ളത്, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾ കുട്ടികളെ കൂടുതൽ എടുത്തോ എന്ന് പറയും. ഇനി പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ ഈ ഒക്കെ ഫീൽഡ്, അതായത് ഇവിടെ ലേബർ ഷോർട്ടേജ് ഉണ്ട്, അപ്പം അതുകൊണ്ടിട്ട് ഇതൊക്കെ ഡെവലപ്പ് ആകും, അപ്പം അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പബ്ലിക് കോളേജസിൽ ചോദിച്ചിട്ട്, അതായത് നിങ്ങൾ എന്തിനാണ് ഈ ജോലി സാധ്യത ഇല്ലാത്ത ഈ കോഴ്സസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അവർ പറയും, പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഫെഡറൽ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ട് ഇവിടെ ലേബർ ഷോർട്ടേജ് ആണ്, അപ്പം അതുകൊണ്ടിട്ട് കുറേ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യണമെന്ന്. അപ്പം സത്യത്തിൽ നമ്മുടെ നാട്ടിലെ പോലെ രാഷ്ട്രീയ പോലെ തന്നെയാണ്. അതായത് ഒരിടത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നം എന്ന് പറയും, ഇവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നമാണെന്ന് പറയും. അപ്പം അതെന്തെങ്കിലും ആവട്ടെ. അപ്പം ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അതായത് 2018 മുതൽ 2023 സർവേ പ്രകാരം ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിലേക്ക് ഒരുപാട് ആൾക്കാർ, മാർക്കറ്റിംഗ്, ബിസിനസ് മാനേജ്മെൻറ്റ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ് ജോബ് കിട്ടാൻ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കുറേ ഏജൻസീസ് ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് കുട്ടികളെ ഇങ്ങോട്ടേക്ക് വിടുന്നുണ്ട്. 2 ഇയേഴ്സ് കോഴ്സ് എടുത്തിട്ട്. അതായത് നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോഴത്തേനും അറിയില്ല, എങ്ങനെയെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി, കുറച്ച് പാർട്ട് ടൈം ആദ്യം ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിച്ച ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുമായിരിക്കും എന്നുള്ളൊരു ഹോപ്പോട് കൂടിയാണ് നമ്മൾ വന്നത്. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ ഈ ഒരു സ്റ്റഡി പീരീഡ് കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റിലേക്ക് കയറുന്ന സമയമാകുമ്പോഴത്തേനാണ് നമുക്ക് ആ ഒരു റിയലൈസേഷൻ വരുന്നത്, നമ്മൾ പഠിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ഫീൽഡിലാണ് ജോലി കിട്ടുക. അപ്പോൾ നമ്മൾ ആ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനാണ് അതിനൊക്കെയുള്ള കോമ്പറ്റീഷൻ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുറേ ആൾക്കാർ ഈ എന്താ പറയുക അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബുകളൊക്കെ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ PR വേണ്ടിയിട്ട് മാത്രം അങ്ങനത്തെ ജോബുകളും ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇപ്പോൾ ജോലി കിട്ടിയാൽ കൂടി, അതായത് ഈ ഒരു ഫീൽഡിൽ ജോലി കിട്ടിയാൽ കൂടി PR സപ്പോർട്ട് ചെയ്യാത്ത ജോബായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവർ PR ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ജോലി ഉപേക്ഷിച്ചിട്ട് അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബിൽ PR സപ്പോർട്ട് ചെയ്യുന്ന ജോബ് ഏതാണോ അതിലത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നും ഏത് കോഴ്സാണ് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്, ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ്. എനിക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്. അപ്പം ഇവിടെ ഇപ്പം അതായത്
എൻ്റെ പേഴ്സണൽ അഭിപ്രായമല്ല, റിപ്പോർട്ട് പ്രകാരം പറയുന്നത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് IT ഫീൽഡ്, കമ്പ്യൂട്ടിങ് അങ്ങനെയുള്ള ഫീൽഡിലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഇപ്പം നിങ്ങൾക്കറിയാം ഓൾറെഡി ഇപ്പം AI ഒക്കെ ഭയങ്കരമായിട്ട് ബൂമിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഡേറ്റ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ്. ഇപ്പോൾ ഡേറ്റ ഫീൽഡിൽ അപ്പോൾ അതൊക്കെ കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ട്, കുറച്ച് സ്കിൽസ് വേണം. പക്ഷേ എന്നിരുന്നാലും അതെന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റിൽ ആ ട്രെൻഡിങ്ങിലുള്ളതാണ്. പക്ഷേ ഇൻ കേസ് ഫ്യൂച്ചറിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഫീൽഡാണ് ഈ IT, കമ്പ്യൂട്ടിങ്ങും AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസൊക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഫീൽഡാണ്. പിന്നെ ഹോസ്പിറ്റാലിറ്റി. ഹെൽത്ത് കെയറിൻ്റെ ഫീൽഡ് പറയുവാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഹെൽത്ത് കെയറിനുള്ളത് കേട്ടോ. നിങ്ങൾ ഏത് പ്രൊവിൻസിൽ നോക്കി, ഇപ്പം ചില പ്രൊവിൻസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ IT റിലേറ്റഡ് ആയിട്ടുള്ള വലിയ കമ്പനീസ് കാണത്തില്ല, ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. പക്ഷേ അതിന് പകരം വേറെ പ്രൊവിൻസിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ IT റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ്, ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രൊവിൻസിലും ഒരുപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം മനുഷ്യനുള്ളിടത്തോളം കാലം എന്തായാലും അസുഖങ്ങളും ഉണ്ടാവും. ഹോസ്പിറ്റൽസ് ഇവിടെ കൂടിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് ആൾക്കാർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ജോബ് കിട്ടാൻ കൂടി കുറച്ചും കൂടി ഈസിയാണ്. ഇൻ്റർവ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ട്രഗിൾ ഇല്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. അതായത് ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോഴത്തേനും, അതായത് ഒരു സ്ഥലത്ത് വേക്കൻസി ഉണ്ടെങ്കിൽ അത്രത്തോളം ഇൻ്റർവ്യൂ പ്രോസസ്സ് ഒന്നും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കത്തില്ല, കുറച്ച് ലിബറൽ ആയിരിക്കും. കാരണം അവർക്ക് എന്തായാലും ആൾക്കാരെ വേണം, ഷോർട്ടേജ് ഉള്ള ഫീൽഡാണ് ഈ ഹെൽത്ത് കെയർ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഹോസ്പിറ്റാലിറ്റി ഫീൽഡാണ്. ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലും ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉയർന്നുകൊണ്ടിട്ടേ ഇരിക്കുവാണ്. അപ്പം ഇതിനേക്കാളും കുറേ ഫീൽഡുകളുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം ആ റിപ്പോർട്ടിൻ്റെ അകത്ത് കണ്ട കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡിലൊക്കെ ഇപ്പം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റി മറ്റേത് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇല്ല. പക്ഷേ ഒരുപാട് ഏജൻസീസ് നാട്ടിൽ നിന്ന് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്തത്. അതായത് ഇപ്പം നമ്മൾ ഇവിടെ ഒരു കോഴ്സ് എടുക്കുവാണെങ്കിൽ ഒരു നോർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ക്വാളിഫിക്കേഷൻസ് നോക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ക്വാളിഫിക്കേഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു കോഴ്സ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വിസ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് റിജക്ഷൻസ് വരും. ഈ റിജക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ആകുമ്പോഴത്തേനും ആർക്ക് വേണമെങ്കിലും പഠിക്കാമല്ലോ. അതായത് കുറച്ച് അവർ ഇപ്പം നമ്മുടെ SOP ഒക്കെ എഴുതൂലേ, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പക്ഷേ സ്റ്റിൽ അവർക്ക് ബിസിനസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടാണ് ഈ ബിസിനസ് കോഴ്സസ് ഈ ഏജൻസീസ് കുറേ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നതും ആ ഒരു ബിസിനസ് റിലേറ്റഡുള്ള കോഴ്സ് എടുത്തിട്ട് ഇവിടെ ആൾക്കാർ വരുന്നതും. പിന്നെ എല്ലാവരുടെയും കേസല്ല, ചില ആൾക്കാർ എങ്ങനെയെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി, അവർക്ക് ഭാവിയിൽ ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനായിരിക്കും ചിലപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലും, ഇപ്പോൾ ട്രക്ക് ഡ്രൈവേഴ്സ്, ചില ആൾക്കാർക്ക് ട്രക്ക് ഡ്രൈവേഴ്സ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ട് വന്നാൽ മതി എന്ന് വരുമ്പോഴത്തേന് ഇങ്ങനെയുള്ള കോഴ്സസൊക്കെ എടുത്തിട്ട് വേണ്ടിയിട്ട് വരും. കൂടുതൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏജൻസീസാണ് കോഴ്സസ് സജസ്റ്റ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ വിസ റിജക്ഷൻ വരും എന്ന് പല സ്റ്റുഡൻസിൻ്റെ അടുത്തും പറഞ്ഞിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. കാരണം എനിക്ക് നിങ്ങളോട് ഈ കാര്യം പറയണം എന്ന് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഏത് കോഴ്സാണ് നോക്കണത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്യുക. ബാക്കിയുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആകുമല്ലോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി പുതിയ വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിനകത്ത് മെസ്സേജ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.